പാതി കേരളം വിധി എഴുതുകയാണ്. 11,167 വാർഡുകളാണ് 595 തദ്ദേശ സ്ഥാപനങ്ങളിലായി ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലായി ഇന്ന് വിധി എഴുതുന്നത്. 36,000-ലധികം സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടാൻ പോകുന്നതും. തത്സമയ ദൃശ്യങ്ങളാണ്. ആസിഫ് അലി കാത്തു നിൽക്കുന്നു. ക്ലിമീസ് ബാവ തിരുമേനി ഇപ്പോൾ പട്ടത്ത് ആണ് വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്നത്. പ്രായമേറിയ വോട്ടർമാരൊക്കെ നോക്കൂ, കയ്യിൽ ഊന്നുവടികളായി നിൽക്കുക എന്നുള്ള കവിയുടെ വാക്യം പോലെ തന്നെ രണ്ടുപേർ വന്ന് വോട്ട് രേഖപ്പെടുത്താനായിട്ട് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. പ്രായമേറിയ മനുഷ്യരൊക്കെ വീട്ടിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ വരുമ്പോൾ പുതുതലമുറ ഇതുവരെയും കാര്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വിവിധയിടങ്ങളിൽ നിന്ന് തലനരച്ചവരും പ്രായമേറിയവരും ഒക്കെയാണ്. ജീവിതത്തിൻ്റെ പാതി പിന്നിട്ടവരാണ് പാതി കേരളം വിധി എഴുതുമ്പോൾ ആദ്യം വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മനോഹരമായ കാഴ്ചകളാണ്. രാവിലെ ചായയൊക്കെ കുടിച്ച് വലിയ തിരക്കൊന്നുമില്ലല്ലോ, രാവിലെ നമുക്ക് വോട്ട് രേഖപ്പെടുത്താം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൂടി വരികയാണ്. ഒരു കയ്യിൽ ഊന്നുവടിയായി നിൽക്കുന്ന പാതി. രണ്ടുപേരും വോട്ട് രേഖപ്പെടുത്താനായിട്ട് വരുന്ന മനോഹരമായ കാഴ്ചയാണ്. വയോധികർക്കും സ്ത്രീകൾക്കുമൊക്കെ പ്രത്യേകിച്ച് വയോധികർക്ക് മുൻഗണനയുണ്ടാവും. അവർക്ക് അധിക നേരം ക്യൂ നിൽക്കേണ്ടി വരില്ല. അവർക്ക് അതേപോലെ കുഞ്ഞുങ്ങളുമായി എത്തുന്നവർ, ഗർഭിണികൾക്ക്, ഇവർക്കൊക്കെ മുൻഗണന കൊടുക്കുന്നുണ്ട്. കവടിയാറിൽ ഇപ്പോൾ ഹരിമോഹനുണ്ട്. ഹരി, ചലച്ചിത്ര താരങ്ങളൊക്കെ രാവിലെ തന്നെ പലരും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനിൽ രഞ്ജി പണിക്കരെ കാണാം, ആസിഫ് അലിയെ കാണാം. അല്പസമയം മുമ്പ് ചിപ്പി വോട്ട് രേഖപ്പെടുത്താനായിട്ട് വന്നിരുന്നു. ചിപ്പിയെ കാണാം. ചലച്ചിത്ര താരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ദൃശ്യം സിനിമയിലെ താരമാണ് ഈ പോകുന്നത് അല്ലേ? അല്ല, ചിപ്പിയുടെ മകളാണ്. അപ്പോൾ ഹരി, ചലച്ചിത്ര താരങ്ങളൊക്കെ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തി പോകുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതൊരു VIP വാർഡ് കൂടിയാണ് കവടിയാറിലേത്. ജവഹർ നഗറിലെ 2, 3, 4 ബൂത്തുകൾ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി തിരക്കില്ലാതെ അങ്ങ് പോയില്ലേ? അതെ, വന്നപ്പോ തിരക്കില്ലായിരുന്നു. സ്ഥിരം ഇങ്ങനെ കുടുംബസമേതം വന്ന് വോട്ട് എല്ലാ പ്രാവശ്യവും ഒരുമിച്ചാ വരുന്നത് എല്ലാരും. കുടുംബസമേതമാണ് ചിപ്പി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. നിർമ്മാതാവായിട്ടുള്ള രഞ്ജിത്താണ് ഭർത്താവ്. നമുക്കറിയാം, രഞ്ജിത്തുണ്ട്, ചിപ്പിയുണ്ട്, മകളുണ്ട്. 3 പേരും ഒരുമിച്ചെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജവഹർ നഗറിലെ കവടിയാർ ഡിവിഷനിലെ ജവഹർ നഗറിലുള്ള 2, 3, 4 ബൂത്തുകൾ വളരെ പ്രധാനപ്പെട്ട ബൂത്താണ്. കാരണം പ്രമുഖരെല്ലാവരും തന്നെ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ, അതായത് ഗവർണർ അടക്കം, സിനിമാ താരങ്ങൾ അടക്കം, ഒപ്പം കെ മുരളീധരൻ, കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അടക്കമുള്ള ആളുകളുണ്ട്. രാവിലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ മുതിർന്ന BJP നേതാവായിട്ടുള്ള O രാജഗോപാൽ അടക്കമുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തും. രാവിലെ തന്നെ വലിയ രീതിയിലുള്ള നീണ്ട നിര തന്നെ ജവഹർ നഗറിലെ ബൂത്തുകളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. രാവിലെ വലിയ തിരക്കില്ലാതെ തന്നെ വോട്ട് രേഖപ്പെടുത്തി പോകാനാണ് ആളുകൾ പരമാവധി എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ VIP ലിസ്റ്റിൽപ്പെട്ട ആളുകൾ പോലും അത്തരത്തിൽ വരുന്നത്. സ്ഥാനാർത്ഥികൾ തന്നെ രാവിലെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവരെയും സ്വീകരിക്കാനായി കോൺഗ്രസ് സ്ഥാനാർത്ഥി KS ശബരിനാഥനും BJP സ്ഥാനാർത്ഥി മധുസൂദനൻ നായരും അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ രാവിലെ ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഉച്ചയാകുമ്പോഴത്തേനും നല്ല രീതിയിലുള്ള പോളിംഗ് ശതമാനം കവടിയാർ ഡിവിഷനിൽ കേന്ദ്രീകരിച്ചുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അരുൺ, ശരി, താങ്ക് യു. ഹരിമോഹനാണ് ചേർന്നത്. VIP വാർഡാണ്. പലയിടങ്ങളിലും നമ്മുടെ ചേട്ടന് നിരന്തരം സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം എടുത്തത് അങ്ങോട്ട് ശരിയായില്ല എന്നുള്ള ഒന്നും കൂടി ഒരു സെൽഫിയും കൂടി എടുക്കാം എന്നുള്ളതാണ്. നടനെ മുൻപിൽ കിട്ടിയതാണല്ലോ. വീഡിയോ കോളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. മുമ്പിൽ ഇരിക്കുന്ന ആരാണെന്നറിയാമോ? അത് ആസിഫ് അലിയാണ്. ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറയും. ആസിഫ് അലിയുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ എൻ്റെ പുറകെ നിൽക്കുന്ന ആരാണെന്നറിയാമോ? ആസിഫ് അലിയാണ് എന്ന് പറയും. അല്ലേ, ജനാധിപത്യത്തിൽ അങ്ങനെ രാജാവില്ലല്ലോ. അവിടെ എല്ലാവരും പൗരന്മാരാണ്. ഒരേപോലെ വോട്ട് രേഖപ്പെടുത്താൻ വന്നിരിക്കുന്ന വോട്ടർമാരാണ്. തുല്യതയുള്ള ഒരു സ്ഥലമാണ്.